മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ. മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ. സിയോൻ രാജ്യത്തിൽ പോയിടുവാൻ സിയോൻ ഗാനങ്ങൾ പാടിടുമേ. സിയോൻ രാജ്യത്തിൽ പോയിടുവാൻ സിയോൻ ഗാനങ്ങൾ പാടിടുമേ. മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ. ഈ ഗാനം ഞാൻ റോഡ് സൈഡിൽ നിന്ന് പാടി ആ സഹോദരൻ ആവശ്യപ്പെട്ടതിന് ശേഷമാണ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാൻ ഇന്ന് കോട്ടയം ജില്ലയിൽ എരുമേലിക്കടുത്ത ഒരു സ്ഥലത്താണ്. ഇവിടെ ഒരു പാസ്റ്ററെ കാണാനായിട്ട് വന്നതാണ്. പാസ്റ്ററുടെ ജീവിതാനുഭവം തീർച്ചയായും നിങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. വളരെ ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് പാസ്റ്റർ ബിനോയ്. പാസ്റ്ററെ, ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ പാസ്റ്ററെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പാസ്റ്ററെ, സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, ഇപ്പോഴെവിടെ താമസിക്കുന്നു, ഏത് ചർച്ചുമായി ബന്ധപ്പെട്ട് സുവിശേഷ വേല ചെയ്യുന്നു, വീട്ടിൽ ആരൊക്കെയുണ്ട്, മക്കളൊക്കെ എന്ത് ചെയ്യുന്നു, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും ഈ ഗോസ്പൽ TVക്ക് ആദ്യം തന്നെ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എൻ്റെ പേര് പാസ്റ്റർ ബിനോയ് ജോസഫ് എന്നാണ്. ഞാൻ താമസിക്കുന്ന എരുമേലിക്ക് സമീപം കനകപ്പലം എന്ന് പറയുന്ന ഈ സ്ഥലത്താണ്. എനിക്ക് വീട്ടിൽ മാതാപിതാക്കന്മാരും ഭാര്യയും 2 മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് എൻ്റേത്. പാസ്റ്റർ, ഏത് സഭയായിട്ട് ബന്ധപ്പെട്ടാണ് സുവിശേഷ വേല ചെയ്യുന്നത്? ഞാനൊരു സ്വതന്ത്ര കൂട്ടായ്മ എൽഷദായി വർഷിപ്പ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയിലാണ്. അത് മുണ്ടക്കയത്തിന് പോകുന്ന വഴിക്ക് കണ്ണിമല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങളുടെ ചർച്ച് ഇരിക്കുന്നത്. അവിടെയാണ് ഞങ്ങൾ കൂട്ടായ്മയ്ക്ക് പോകുന്നത്. ഏകദേശം ഒരു 10 കിലോമീറ്റർ ഇവിടുന്ന് ദൂരെയാണ്. ഓക്കെ. എത്ര വർഷമായി പാസ്റ്റർ സുവിശേഷ വേല ചെയ്യുന്നു? എൻ്റെ ജീവിതാനുഭവത്തിൽ കർത്താവിനെ അറിയാനിടയായിത്തീർന്ന ആ സാഹചര്യം എന്ന് പറയുന്നത്, പാസ്റ്റർ എത്ര വർഷമായി സുവിശേഷ വേല ചെയ്യുന്നു? ഞാനിപ്പോൾ ഒരു 21 വർഷമായി കർത്താവിൻ്റെ വേലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പാസ്റ്റർക്ക് ജനിച്ചു വളർന്നത് ഏത് ക്രൈസ്തവ പശ്ചാത്തലത്തിലാണ്? ക്രിസ്തീയ പശ്ചാത്തലത്തിലാണോ അതോ ഹിന്ദു മതവിശ്വാസത്തിലായിരുന്നോ? ഞങ്ങൾ എൻ്റെ മാതാവും പിതാവും എല്ലാം ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. പിന്നീട് ഒരു പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വരാനായിട്ടുള്ള ഒരു കാരണം എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ക്രിസ്തീയ വിശ്വാസത്തിലൊക്കെയാണ് ജനിച്ചു വളർന്നതെങ്കിൽ പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ ഈ സ്ഥലത്തിൻ്റെ തൊട്ട് സമീപ പ്രദേശമായ ഏകദേശം ഒരു 10-12 കിലോമീറ്റർ മാറി ചേനപ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചതും വളർന്നതുമല്ല. 4ാം ക്ലാസ് വിദ്യാഭ്യാസം വരെ ഞാൻ അവിടെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഈ സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിച്ചേരാനിടയായിത്തീർന്നത്. കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ ഒരു കോളനി പ്രദേശമാണ്, 2ാമത്തെ കോളനി പ്രദേശമാണ് ശ്രീനിപുരം എന്ന് പറയുന്ന ഈ സ്ഥലം. ഇവിടെ ആയിട്ട് ഞങ്ങളിപ്പോൾ ഏകദേശം ഞാൻ എൻ്റെ 9ാമത്തെ വയസ്സിലാണ് ഇവിടെ എത്തിയത്. ഇപ്പോൾ 40 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് കർത്താവിനെ അറിയാനും ഒക്കെ ഉണ്ടായ ഒരു മുഖാന്തരമുണ്ട്. എന്നാൽ സത്യദൈവത്തെ അറിയാതെ ജീവിച്ചു വരുന്ന ഒരു നല്ലൊരു ശതമാനം സമയം എനിക്ക് ഈ ദേശത്ത് തന്നെ വെച്ചുണ്ടായിരുന്നു. അല്ല, അതൊന്ന് വിവരിക്കാമോ, ഈ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥ? തീർച്ചയായിട്ടും. ഈ പ്രദേശം എന്ന് പറയുമ്പം ഏകദേശം ഞങ്ങളുടെ ഈ പ്രദേശം ഒരു 10-900 വീട് ഈ വാർഡിനകത്ത് തന്നെയുണ്ട്. ധാരാളം ആളുകൾ തിങ്ങി പാർക്കുന്ന വലിയൊരു പ്രദേശമാണ് ഇവിടെ. ധാരാളം ചെറുപ്പക്കാരൊക്കെ ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് എൻ്റെ ചെറിയ പഠനത്തിന് ശേഷമായി 10ാം ക്ലാസ് വരെ എനിക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ. അതിനുശേഷം കൂട്ടുകാരോടൊപ്പം ജോലി ചെയ്ത് ഇങ്ങനെ ജീവിക്കുകയായിരുന്നു. ആ സമയത്തൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കൂട്ടുകാർ കൂടുമ്പോൾ പ്രത്യേകമായ ഒരു പശ്ചാത്തലമുണ്ടല്ലോ. അങ്ങനെയൊക്കെ ഒരു മദ്യത്തിൻ്റെയൊക്കെ അനുഭവത്തിൽ മദ്യപാനിയായിട്ടൊക്കെ ജീവിച്ച് കുറച്ച് നാൾ അങ്ങനെ പോയെങ്കിലും ദൈവം മുന്നമേ കണ്ടിരുന്നത് കൊണ്ട് എൻ്റെ വീട്ടിലെ അമ്മച്ചി പലപ്പോഴും പള്ളിയിലൊക്കെ പോകുമായിരുന്നു. ഒരു പെന്തക്കോസ്ത് പള്ളിയിലല്ല,
ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ദൈവാലയം ഉണ്ടായിരുന്നു. അവിടെ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു. എന്നാൽ എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥനയും അപ്പോൾ തന്നെ ഞങ്ങളുടെ ആ ചർച്ചിലുണ്ടായിരുന്ന ഒരു പാസ്റ്റർ, അദ്ദേഹം കൂടെ വീട്ടിൽ വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേര് പാസ്റ്റർ KM ജോസഫ് എന്നാണ്. അദ്ദേഹം ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ഒരു ശുശ്രൂഷകനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ നിരന്തരമായി അദ്ദേഹം വീട്ടിൽ വരികയും പല കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പലപ്പോഴും ഞാനതിനൊന്നും നിന്നു കൊടുക്കാതെ ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വില കൊടുത്തിരുന്നതുകൊണ്ട്. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ചേർന്നായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? ബഹുജൻ സമാജ് പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. BSP. അതെ, BSP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു. അങ്ങനെ മുൻപോട്ട് പോയ കാലഘട്ടത്തിലാണ് എൻ്റെ 19ാമത്തെ വയസ്സിൽ എനിക്ക് എൻ്റെ വിവാഹം നടന്നു. അതൊരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നില്ല, ഒരു ലവ് മാരേജ് ആയിരുന്നു. അതിനുശേഷമായിട്ട് തലമുറകളായി ഇങ്ങനെ ജീവിച്ച് മുൻപോട്ട് വരവെയാണ് എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുമായി ബന്ധപ്പെടാത്ത ഒരു പ്രത്യേക വിഷയം, ഒരു അടിപിടി കേസ് ഇവിടെ ഉണ്ടായി. അതിൽ ഞാൻ ഉൾപ്പെട്ടതല്ലെങ്കിൽ പോലും എനിക്കതിൽ ബന്ധപ്പെടേണ്ടി വന്നു. എനിക്കും എൻ്റെ കുടുംബത്തിനും അതിൽ ബന്ധപ്പെടേണ്ടി വന്നു. അങ്ങനെ ആ ഒരു സംഭവം ഒരു പ്രത്യേക വഴിത്തിരിവായി. അതിനുശേഷമായിട്ട് രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്തെങ്കിൽ പോലും എനിക്ക് ശാശ്വതമായ ഒരു പരിഹാരം അതിൽ നിന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെയാണ് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകാനായിട്ട് എനിക്കൊരു മുഖാന്തരം തുറന്നു കിട്ടിയത്. ഏതായാലും ആ സമയത്ത് ഞാൻ ആ ചർച്ചിൽ ചെന്ന സമയം മുതൽ അവിടുത്തെ പ്രസംഗങ്ങളും വചനങ്ങളും ഒക്കെ വലിയതായിട്ട് എന്നെ സ്വാധീനിച്ചു. അന്ന് അവിടെ ഉണ്ടായിരുന്ന പാസ്റ്റർ KM ജോസഫിൻ്റെ പ്രസംഗങ്ങളിൽ ആകൃഷ്ടനായി ഞാൻ ദൈവത്തെ രുചിച്ചറിയാൻ എനിക്കൊരു ഭാഗ്യമുണ്ടായി. അതിനുശേഷമായിട്ട് അവിടെ കൂടുതൽ സമയങ്ങളും ദൈവിക കാര്യങ്ങളുമായി മുഴുകി ജീവിക്കാനായിട്ട് എനിക്കൊരു സാഹചര്യം ദൈവത്താൽ തന്നെ ഉണ്ടായി. ഞാൻ അതോടൊപ്പം തന്നെ ഇതിനെല്ലാറ്റിനും കാരണക്കാരനായ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ അതിയായ സന്തോഷത്തോടെ ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. ഈ സ്ഥലത്ത് വെച്ച് കർത്താവ് എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ജീവിതം എന്നൊക്കെ പറയുന്നത് മറ്റൊരു മേഖലയിലേക്കായി പോകുമായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യമാണ് ഈ പ്രദേശത്ത് ഉള്ളത്. കാരണം എന്താണ് ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത? ഈ പ്രദേശം എന്ന് പറയുമ്പോൾ ഇവിടെ ധാരാളം എല്ലാ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകളും വിശ്വാസങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിലും നല്ലൊരു ശതമാനം ആളുകളും തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. കാരണം ഇന്നത്തെ കാലമെന്ന് പറയുമ്പോഴത്തേനും കൂടുതൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ അനുഭവങ്ങളും ഒക്കെ ഉള്ള ധാരാളം കൊച്ചുകുട്ടികൾ പോലും അത്തരം മേഖലയിലേക്ക് വഴിതിരിയുന്നുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ഇവിടെ വന്നെങ്കിലും അന്ന് ഇത്രയും തന്നെ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നെങ്കിലും അന്നത്തെ കൂട്ടുകെട്ടനുസരിച്ച് വഴിതെറ്റിപ്പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. എന്നാൽ വലിയവനായ ദൈവം എന്നെ കണ്ടു എന്നുള്ളതാണ് എനിക്കേറെ സന്തോഷകരമായ ആശ്വാസകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ എൻ്റെ വിവാഹത്തിന് ശേഷമായിട്ട് കുടുംബമായി ഞങ്ങൾ ഇങ്ങനെ മുൻപോട്ട് ജീവിച്ചു വരെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നത്. ദേശത്തുണ്ടായ, അതായത് പാസ്റ്റർ വിവാഹത്തിന് മുമ്പ് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ലായിരുന്നു. ഇല്ലായിരുന്നു. അതിനുശേഷമായിട്ടാണ് ഈ വിവാഹത്തിനൊക്കെ ശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ കർത്താവിനെ അറിയാൻ ഒരു അവസരമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ദേശത്തുണ്ടായ ഒരു പ്രത്യേക അടിപിടി കേസിനകത്ത് ഞങ്ങൾ ഉൾപ്പെടുകയും അതിനെ തുടർന്നാണ് ദൈവത്തെ അറിയാൻ വേണ്ടിയുള്ളൊരു മുഖാന്തരം തന്നെ ദൈവം. ഞാൻ വിശ്വസിക്കുന്നത് അടിപിടി കേസുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിൽ പോകേണ്ടതായിട്ട് വന്നോ? ജയിലിൽ പോകേണ്ടതായിട്ട് വന്നില്ലെങ്കിലും ഞാൻ ആശുപത്രിയിലൊക്കെ പോയി കിടന്നു. കേസുകളും മറ്റും ഒന്നും ഉണ്ടായില്ല എങ്കിൽ പോലും ഒരു വലിയ പ്രശ്നമായിരുന്നു. എന്നാൽ ആ സമയത്ത് പിന്നീട് ദൈവത്തെ അറിയാനുള്ള ഒരു മുഖാന്തരമായിട്ടാണ് ഈ സംഭവം ഉണ്ടായെന്ന് പിന്നീടാണ് ഞാനത് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനു മുൻപ് തന്നെ എനിക്കുണ്ടായ എൻ്റെ ജീവിതകാലത്തുണ്ടായ ചില 2 പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ മരണകരമായ ചില അനുഭവങ്ങളിലൂടെ കടന്നുപോയി. അത് എൻ്റെ പിതാവിൻ്റെ കുടുംബം തൊട്ട് താഴെയുണ്ട്. ഒരിക്കൽ ഞാനിവിടെ ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന സമയത്ത് ഞാൻ ആ പാലത്തടി ഒടിഞ്ഞ് താഴെ കിണറ്റിലേക്ക് വീഴുകയാണ്. ആ സമയത്ത് വെള്ളമൊന്നും കാര്യമായിട്ടില്ല. അത്ഭുതകരമായി ദൈവം എന്നെ വിടുവിച്ചു. അന്നൊന്നും അറിയത്തില്ലായിരുന്നു, കാരണം ദൈവത്തെ അറിഞ്ഞില്ല. ദൈവം ആരാണെന്നോ എങ്ങനെയുള്ളവനാണെന്നോ അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. എങ്കിലും ഒരല്പം മാത്രം വെള്ളം ഉള്ളായിരുന്നു, പാറക്കെട്ടുകൾ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് സുരക്ഷിതനായി ഒരു കസേരയിൽ ഇരിക്കുന്നത് പോലെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അതിനുശേഷം കൂട്ടുകാരുമൊക്കെ ഒന്നിച്ച് ഈ തൊട്ടടുത്ത് വനമാണ്. ആ വനത്തിലേക്ക് ഞങ്ങൾ പലപ്പോഴും ഇങ്ങനെ പോകും. ആ പോകുന്ന സമയത്ത് പല വൃക്ഷങ്ങളുടെയും മുകളിൽ കയറും. ഇങ്ങനെ കൂട്ടുകാർ കൂടി പോകും. അവിടെ ഒരു പ്രാവശ്യം ഇതുപോലെ ഞാൻ ആ മരത്തിൻ്റെ ഒരു ചില്ല ഒടിച്ചുകൊണ്ട് ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് വീണു. ഒരുപക്ഷെ ആ സമയത്ത് എൻ്റെ ജീവന് ഹാനി വരാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ അവിടെയെല്ലാം ദൈവം എന്നെ താങ്ങുന്നുണ്ടായിരുന്നു. അത് വർഷങ്ങൾക്ക് ശേഷം കർത്താവിനെ അറിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ നമ്മളെ മറച്ചു പിടിച്ച ഒരു കരമുണ്ടായിരുന്നല്ലോ എന്ന് പിന്നീടാണ് മനസ്സിലാക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തീർച്ചയായിട്ടും
എൻ്റെ ജീവിത അനുഭവങ്ങളുടെ ഒരു പശ്ചാത്തലത്തിനകത്ത് ദൈവം അദൃശ്യനായി ഇടപെടുന്നുണ്ടായിരുന്നു എന്നുള്ളത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്, കർത്താവിനെ അറിഞ്ഞതിന് ശേഷമാണ് എനിക്കിങ്ങനെ ഒരു സാഹചര്യം ദൈവം ഒരുക്കി നൽകിയത്. പിന്നെ എൻ്റെ 2 മക്കള് അതിനുശേഷം സുവിശേഷ വേലയ്ക്ക് പോകാനായിട്ട് എനിക്കൊരു സാഹചര്യം ഉണ്ടായി. ഞാൻ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നതിന് ശേഷം പിന്നീട് പാസ്റ്റർ സുവിശേഷകനാകണമെന്നൊരു തോന്നലുണ്ടാകാനുള്ള കാരണം എന്താണ്? ഞാൻ ഒരിക്കലും എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഞാൻ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് വരുമെന്ന്. കാരണം എന്നെ സന്തോഷിപ്പിക്കുന്ന പല കൂട്ടുകാരും എൻ്റെ മനസ്സിനൊത്തിണങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ആശയങ്ങളും തത്വങ്ങളും ഒക്കെ എനിക്കുണ്ടായിരുന്നു, എൻ്റെ സഹയാത്രികരായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്നെ സഹായിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. പിന്നീട് ഞാൻ ഈ ആംഗ്ലിക്കൻ ചർച്ചിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അവിടുത്തെ പ്രസംഗങ്ങളെല്ലാം കേട്ട് ഞാൻ ദൈവത്തിൽ കൂടുതൽ ആകൃഷ്ടനായി. പക്ഷേ അപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരടങ്ങാത്ത ചിന്താഗതി ഉണ്ടായിക്കൊണ്ടിരുന്നു. കാരണം രാത്രിയുടെ സമയങ്ങളിലൊക്കെ നിരന്തരമായി ദൈവവചനം ധ്യാനിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ടു. അത് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ സ്നാനം എന്ന വിഷയത്തെ, ആ ഗ്രേറ്റ് കമ്മീഷന്റെ ഭാഗം വന്ന സമയത്ത് എന്നോട് ഒരാൾ സംസാരിക്കുന്നത് പോലൊരു അവസ്ഥ എനിക്കുണ്ടായി. ആ സമയത്ത് ഞാൻ വേദപുസ്തകത്തിൽ കൈവച്ചിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്ന് ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ സ്നാനപ്പെടുമോ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ വേർപെട്ട ആരാധനയിലേക്ക് പോകും എന്ന് ഞാൻ തീരുമാനമെടുത്തു. അങ്ങനെയാണ് ഞാൻ യഥാർത്ഥമായി ഒരു വേർപെട്ട കൂട്ടായ്മയിലേക്ക് പോകുന്നത്. അതിനു മുൻപ് ഞാൻ ഈ ആംഗ്ലിക്കൻ ചർച്ചിൽ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ സ്നേഹിതന്മാരായ ചില ദൈവദാസന്മാരൊക്കെ ഇവിടെയുണ്ട്. അവരെന്ന് ബൈബിൾ കോളേജിലൊക്കെ പഠിക്കുകയാണ്. അതിലൊരാൾ എന്നോട് പറഞ്ഞു, ഞാൻ പഠിക്കുന്ന ബൈബിൾ കോളേജിൽ 1 വർഷം വന്നൊന്ന് പഠിക്കുക, അതിനുള്ള സാഹചര്യം ഞാൻ ഒരുക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം, അന്ന് എനിക്ക് 2 കുട്ടികളുണ്ട്, അവർ തീർത്തും ചെറിയ പൊടിപ്രായമാണ്. എങ്കിലും ഞാൻ ആ വാക്ക് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ദുഃഖമാണ് ഉണ്ടായത്. ബൈബിൾ കോളേജിൽ പോകണം, ദൈവവചനം പഠിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ദുഃഖമുണ്ടായി. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മച്ചിയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഒരു തടസ്സവും കൂടാതെ അതിനെന്താ പൊയ്ക്കോ എന്നൊരു വാക്ക് പറഞ്ഞു. അങ്ങനെ ഏതായാലും ഞാൻ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്നാനപ്പെടാനുള്ള അവസരം, റാന്നി പുല്ലമ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, അവിടെ ഒരു ബൈബിൾ കോളേജിലാണ് ഞാൻ 3 വർഷം ആദ്യം ബൈബിൾ കോളേജിൽ പഠിച്ചത്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് സ്നാനപ്പെടാനുള്ള അവസരങ്ങളൊക്കെ ദൈവം ഒരുക്കി തന്നെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ എടുത്ത ഒരു ഭയങ്കര തീരുമാനമുണ്ടായിരുന്നു. ദൈവമേ, മറ്റൊന്നുമല്ല, സ്നാനപ്പെടുന്നുവെങ്കിൽ കുടുംബമായിട്ട് ഞങ്ങൾക്ക് സ്നാനപ്പെട്ട് കർത്താവിനോടൊപ്പം ജീവിക്കണം എന്നുള്ള വലിയ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നിട്ട് പല സാഹചര്യങ്ങൾ ഒത്തു വന്നിട്ടും ഞാൻ മനഃപൂർവ്വം സ്നാനപ്പെട്ടില്ല. എന്നാൽ 2018 ഞങ്ങൾക്ക് സ്നാനപ്പെടുവാൻ തന്നെ 2016 തന്നെ സ്നാനപ്പെടുവാൻ ദൈവം ഒരു സാഹചര്യം ഒരുക്കി. ആ സാഹചര്യത്തിൽ ഞങ്ങൾ സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്നു. കുടുംബമായിട്ട് ഞങ്ങൾ കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങിത്തിരിച്ചു. പക്ഷേ എൻ്റെ കുടുംബത്തിലുള്ളവർ പിന്നീട് ഒരു 3 മാസത്തിന് ശേഷമാണ് അവർ കർത്താവിനെ യഥാർത്ഥമായി പിൻപറ്റുന്ന രീതിയിലേക്ക് വന്നത്. അതിനുശേഷമായി പല ദൈവദാസന്മാർ പലപ്പോഴും എന്നെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചില ദൈവദാസന്മാർ വ്യക്തമായി ദൈവാലോചനകൾ പറഞ്ഞു, നിനക്ക് ദൈവവേലയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്താണെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടില്ലായിരുന്നെങ്കിലും ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നു. പിന്നീട് ഇങ്ങനെ ബൈബിൾ കോളേജിൽ പോകാനും പഠിക്കാനും ഒക്കെ ഒരു സാഹചര്യം ഒരുങ്ങി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം എന്നെ തൻ്റെ വേലയ്ക്ക് വേണ്ടി കണ്ടിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ചില നാളുകൾ ദൈവവചനം പഠിച്ചു. 2-3 വർഷം ഒരു ബൈബിൾ കോളേജിൽ വചനം പഠിച്ചു. പിന്നെ വേർപെട്ട ആരാധനയിൽ ഇങ്ങനെ കൂട്ടായ്മയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. ആ സമയം മുതലേ എൻ്റെ ഉള്ളിലെ അടങ്ങാത്ത ദാഹം എന്ന് പറയുന്നത് ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യാത്മാക്കളെ ഏത് വിധേനയും രക്ഷിക്കണം. അതുകൊണ്ട് ഞാനൊരു സഭയുടെ ശുശ്രൂഷകനല്ല, ഒരു സുവിശേഷകനായി പല സ്ഥലങ്ങളിലൂടെ പോയി കർത്താവിൻ്റെ വചനം അറിയുകയും അനേകരോട് നേരിട്ടും പരസ്യോഗ ശുശ്രൂഷകളിലൂടെയും നേരിട്ടും ഒക്കെ കർത്താവിനെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ദീർഘമായ 10-21 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആംഗ്ലിക്കൻ സഭയിൽ, അതായത് CMS സഭയിലായിരുന്നല്ലേ? അതെ അതെ. ഈ CMS സഭയിൽ നിൽക്കുമ്പോൾ എന്താണ് അവിടുത്തെ ഒരു ഉപദേശ പെശക്? ബൈബിള് പഠിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവിടുത്തെ ഒരു ഉപദേശ പെശക് എന്താണ് പാസ്റ്റർക്ക് കാണാനായിട്ട് സാധിച്ചത്? തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ തന്നെ 3 ബൈബിൾ കോളേജുകൾ ഇപ്പോൾ ഓൾറെഡി പഠിച്ച ഒരാളാണ്. അതുകൂടാതെ നിരവധി പിതാക്കന്മാരുടെ കൈക്കീഴിലിരുന്ന് ദൈവജനം പഠിക്കാനും അതോടൊപ്പം തന്നെ പല ഇന്നത്തെ നമ്മുടെ ക്രൈസ്തവ ലോകത്ത് അറിയപ്പെടുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാരുടെ കൈക്കീഴിൽ ദൈവജനമൊക്കെ പഠിക്കാൻ ദൈവം എനിക്കൊരു സാവകാശം നൽകി. എന്നെ സ്വാധീനിച്ച ഘടകം എന്ന് പറയുന്നത് ഈ ദൈവദാസന്മാരുടെ ഉപദേശം ഒന്നുമല്ല, ഞാൻ അവരെ ഈ ആംഗ്ലിക്കൻ സഭ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ?
ആംഗ്ലിക്കൻ സഭയെക്കുറിച്ചുള്ള എൻ്റെ അറിവിതാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വചനം പഠിച്ചുകൊണ്ട് വന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് സ്നാനം എന്ന വിഷയം വളരെ ഒരു വ്യക്തി എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്കൊരനുഭവം ഉണ്ടായി. അല്ല, ഈ ആംഗ്ലിക്കൻ സഭയിൽ സ്നാനമില്ലേ? ആംഗ്ലിക്കൻ സഭയിൽ അവരുടെ തളിക്കൽ സ്നാനം, ശിശു സ്നാനം എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. പക്ഷെ വചനം പഠിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതല്ല യാഥാർത്ഥ്യം. വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. കാരണം നമ്മുടെ കർത്താവ് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി അലംഘനീയമായ ദൈവത്തിന്റെ വചനം നിലനിൽക്കെ ഈ തെറ്റായ പ്രവണതകളോട് നമുക്ക് യോജിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടുത്തെ ഒരു ഉപദേശ പെസകായിട്ട് പാസ്റ്റർക്ക് തോന്നിയത് സ്നാനത്തെ കുറിച്ചാണ്. തീർച്ചയായിട്ടും. പിന്നീട് എന്താണ് അവിടെ ആംഗ്ലിക്കൻ സഭയിൽ ഒരു ഉപദേശ പെസകായിട്ട് തോന്നിയത്? അവിടെ തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പഴയ നിയമത്തിലെ പല ആചാരങ്ങളുമായി, പ്രത്യേകിച്ച് യഹൂദ പാരമ്പര്യത്തിനകത്ത് അനുഷ്ഠിക്കേണ്ടി വരുന്ന പല പൗരോഹിത്യ കർമ്മങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ന്യായപ്രമാണം പൗരോഹിത്യ ശുശ്രൂഷകളും എല്ലാം യേശുക്രിസ്തുവിനോടുകൂടി അവസാനിച്ചു എന്ന് വളരെ വ്യക്തമായി തിരുവചനം പറഞ്ഞിരിക്കെ അത്തരത്തിലുള്ള നിലപാടുകൾ വെച്ച് പുലർത്തിക്കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ആ ഒരു പ്രവണത തികച്ചും വചനവിരുദ്ധമാണ് എന്ന് വളരെ വ്യക്തമായി വചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. പണ്ട് ഞാൻ ആ ദൈവസഭയിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന സമയത്ത്, ആംഗ്ലിക്കൻ ചർച്ചിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ധാരാളം പെന്തക്കോസ്തുകാരായ ദൈവദാസന്മാരോടും സഹപ്രവർത്തകരോടും ഞാൻ പലപ്പോഴും എതിർത്തിട്ടുണ്ട്. ആ എതിർത്തോ മറ്റൊന്നുമല്ല, ഞങ്ങളുടെ കയ്യിലും ബൈബിളുണ്ട്, നിങ്ങളുടെ കയ്യിലും ബൈബിളുണ്ട്, ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നു, നിങ്ങളും യേശുവിൽ വിശ്വസിക്കുന്നു, പിന്നെന്താണ് കുഴപ്പം? ഇങ്ങനെയൊക്കെ ചോദിച്ച് ഒരുപാട് തവണ അവരോട് തർക്കിക്കുകയും വാദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ കൂടിയുണ്ട്. അതിനുശേഷമായിട്ട് സുവിശേഷ രംഗത്തേക്ക് വരാൻ ഒരു കാരണമെന്ന് പറയുന്നത് എൻ്റെ ഒരു ബാല്യകാല സുഹൃത്ത് തന്നെ എനിക്ക് പാടാനുള്ള ഒരു കഴിവ് ദൈവം തന്നിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും അധികം പാടിയിട്ടില്ല. 2 പാട്ടുകൾ മാത്രമേ സ്കൂളിൽ പാടിയിട്ടുള്ളൂ. അതിനുശേഷം ഈ നാട്ടിൽ ഇവിടെ ഒരു ക്ലബ്ബുണ്ട്. ആ ക്ലബിൻ്റെ എല്ലാ വർഷത്തെയും ആഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് 2 പാട്ട് പാടുന്നു. അങ്ങനെ ആകെപ്പാടെ എൻ്റെ ജീവിതത്തിൽ 4 പാട്ടുകൾ മാത്രമേ ഞാൻ പാടിയിട്ടുള്ളൂ. എന്നാൽ എൻ്റെ ഒരു ബാല്യകാല സുഹൃത്ത് തൊട്ടടുത്ത് മുക്കട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ അവിടെ പാസ്റ്റർ രാജൻകുട്ടി എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ എല്ലാ വർഷവും അവിടെ കൺവെൻഷൻ നടത്തും. അങ്ങനെ എന്നെ അവിടെ കൊണ്ടുപോയി ആ ബാല്യകാല സുഹൃത്തിനോടൊപ്പം പോയി. അന്ന് ഞാൻ വിശ്വാസത്തിലേക്കൊക്കെ വരുന്ന സമയമാണ്. ഏതായാലും അവിടെ പോയി അദ്ദേഹം എനിക്ക് ചില അവസരങ്ങൾ തന്നു. അതിനുശേഷം ഒരു 10-18 വർഷമായിട്ട് തുടർമാനമായിട്ട് പല വേദികളിൽ പാടാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം പുതിയൊരു പാട്ട് ആൽബം ഇറങ്ങിയിട്ടുണ്ട്. 2 പാട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. സ്വന്തമായിട്ട് പാട്ടൊക്കെ സ്വന്തമായിട്ട് എഴുതുന്നതാണോ? ഞാൻ സ്വന്തമായിട്ട് പാട്ട് എഴുതാറില്ല. ചില പാട്ടുകൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ 2022 ഒരു പരസ്യയോഗ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇതിന്റെ തൊട്ടടുത്ത സ്ഥലമായ മുക്കുട്ടോറ എന്ന് പറയുന്ന സ്ഥലത്ത് പോകുന്ന സമയത്ത് അവിടെ 2 പാട്ട് ആദ്യം പാടി. അതിനുശേഷമായിട്ട് ഏകദേശം ഒരു മണിക്കൂർ മിച്ചം പ്രസംഗിച്ചു. ഞങ്ങൾ ആ മൈസെറ്റെല്ലാം എടുത്തുകൊണ്ട് പോകാൻ സമയത്ത് ഒരു സഹോദരൻ ഓടി വന്ന് പറഞ്ഞു, ഒരു പാട്ട് കൂടെ പാടാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അതിനെന്താ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മണിയറവാസം, നമുക്കെല്ലാം പരിചയമുള്ള മണിയറവാസം എന്ന ആ മനോഹരമായ ഗാനം പാടി. പാടാവോ? തീർച്ചയായിട്ടും പാടാം. മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ, മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ, സിയോൻ രാജ്യത്തിൽ പോയിടുവാൻ സിയോൻ ഗാനങ്ങൾ പാടിടുമേ, സിയോൻ രാജ്യത്തിൽ പോയിടുവാൻ സിയോൻ ഗാനങ്ങൾ പാടിടുമേ, മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ. ഈ ഗാനം ഞാൻ റോഡ് സൈഡിൽ നിന്ന് പാടി ആ സഹോദരൻ ആവശ്യപ്പെട്ടതിന് ശേഷമാണ് പിന്നീടാണ് ഒരു മുസ്ലിം സഹോദരനാണ് സലീം എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടറായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹം വീഡിയോ പിടിക്കുന്നുണ്ട്. ഞാനോർത്ത് വെറുതെ ചെറിയൊരു വീഡിയോ പിടിക്കുകയാണ്. എന്നാൽ അദ്ദേഹം അത് ഫേസ്ബുക്കിൽ കയറ്റിയിട്ടു. 2-3 ദിവസങ്ങൾക്ക് ശേഷം അത് വളരെ വൈറലാകാനായിട്ട് ഇടയായി തോന്നും. അദ്ദേഹത്തെ
പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വിളിച്ചന്വേഷിക്കുന്നു ഈ പാട്ട് പാടിയ ആൾ ആരാണെന്ന്. അതിനുശേഷമായിട്ട് ധാരാളം ഫോൺ കോളുകൾ അദ്ദേഹത്തിന് വരികയും അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൂട്ടുകാരിലൂടെ എൻ്റെ കോൺടാക്ട് നമ്പർ എടുത്ത് എന്നെ വിളിക്കുകയും അതിനുശേഷമായിട്ട് ആ പാട്ട് ധാരാളം സ്ഥലങ്ങളിൽ പല രാജ്യങ്ങളിലേക്ക് ആ പാട്ടുകളെത്തി. പ്രശസ്തരായിട്ടുള്ള ചില സംവിധായകന്മാരെന്നെ വിളിച്ചു, അവരുടെ ഒരു ആൽബത്തിൽ പാടണമെന്നൊക്കെ ആവശ്യപ്പെട്ടു. പക്ഷേ എനിക്ക് എൻ്റെ ഉൾഭയം നിമിത്തം ഞാൻ അതിനൊന്നും സമ്മതിച്ചില്ല. അങ്ങനെ ചില 2 വർഷങ്ങൾ മുൻപോട്ട് പോയി. അതിനുശേഷം അമേരിക്കയിലുണ്ടായിരുന്ന ഒരു ആശായന് ജോണങ്കിൾ എന്ന് പറയുന്ന അദ്ദേഹം ധാരാളം പാട്ടുകൾ ചെയ്യുന്ന പ്രശസ്തമായ ധാരാളം പാട്ടുകൾ ചെയ്യുന്ന ഒരു വ്യക്തിയായ രചന നിർവഹിച്ച് ചെയ്യുന്ന ഒരാളാണ്. ജോണങ്കിൾ എന്നെ വിളിച്ചു, മറ്റൊരു ദൈവദാസനോടെ എൻ്റെ നമ്പർ എടുത്തിട്ട് എന്നെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആൽബത്തിൽ പാടാനായിട്ട് കഴിഞ്ഞ വർഷം എനിക്കൊരു സാഹചര്യമുണ്ടായി. അതിനുശേഷം വീണ്ടും അദ്ദേഹം ഒരു പാട്ട് എഴുതിയ സമയത്ത് എന്നെ വിളിച്ചു, സംസാരിച്ചു. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം 20-ാം തീയതി അത് റിലീസായി. അതൊരു നാടൻ പാട്ടിൻ്റെ ശൈലിയിലാണ് ഇറക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കെല്ലാം വളരെ സുപരിചിതനായ അപരനാമത്തിൽ അറിയപ്പെടുന്ന മുടിയൻ പുത്രൻ, നമ്മളെല്ലാവരും കൂടെ വിളിക്കുന്ന മുടിയൻ പുത്രൻ്റെ ആ ചരിത്രത്തെ ആസ്പദീകരിച്ചുകൊണ്ടുള്ള ഒരു ഗാനമാണ് അദ്ദേഹം എഴുതിയത്. ആ പാട്ടും ഞാൻ പാടാനിടയായിട്ടുണ്ട്. ഞാനതിൻ്റെ 1-2 ശീലുകളൊന്ന് പാടാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നു. പാപിയായി ഞാൻ നടന്നൊരു കാലമുണ്ടാരേ, ലോകത്തിൻ്റെ മോഹത്തിൽ ഞാൻ ആണ്ടുപോയാർന്നേ, ഏതു കണ്ണും നോക്കിടാത്തൊരു കോലമുണ്ടാർന്നേ, അന്നു ഞാൻ മരിച്ചിരുന്നേൽ വാസമുണ്ടാർന്നേ, നരകവാസമുണ്ടാർന്നേ, പാപിയായി ഞാൻ നടന്നൊരു കാലമുണ്ടാർന്നേ. ഇങ്ങനെ തുടങ്ങുന്ന ഒരു ഗാനം കൂടെ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം 20-ാം തീയതി റിലീസായിട്ടുണ്ട്. അങ്ങനെയെല്ലാം ദൈവം എൻ്റെ ജീവിതത്തിൽ സംഗീത മേഖലയുമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനിടയായിത്തീർന്നു. ഞാൻ കൂടുതലും പരസ്യയോഗങ്ങളിൽ പോവുകയും പാട്ടുകൾ പാടുകയും അതോടൊപ്പം തന്നെ പരസ്യയോഗത്തിൽ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യാനായിട്ട് ദൈവം എനിക്ക് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ദൈവത്തിൻ്റെ ആലോചന എനിക്കുണ്ടായപ്പോൾ ചില ദൈവദാസന്മാരുടെ ആലോചന പറഞ്ഞു, നീ ചില ഇടങ്ങളിൽ കൺവെൻഷനുകളിൽ പ്രസംഗിക്കും എന്ന് എന്നോട് ദൈവത്തിൻ്റെ ആലോചന ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ 2-3 സ്ഥലങ്ങളിൽ കൺവെൻഷൻ പ്രസംഗിക്കാനായിട്ട് ദൈവം സഹായിച്ചു. അങ്ങനെ ഒരു ആത്മീയ പശ്ചാത്തലത്തിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതൽ സമയം പാസ്റ്റർ ഈ ബൈബിൾ കോളേജിലെ പഠനത്തിന് ശേഷം പിന്നീട് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് സുവിശേഷ പ്രവർത്തനം നടത്തിയത്? സുവിശേഷ പ്രവർത്തനങ്ങൾ ശരിക്കും പറഞ്ഞു സഭാ ശുശ്രൂഷയായിട്ട് ഇരുന്നിട്ടുണ്ടോ? സഭാ ശുശ്രൂഷയായിട്ട് ഞാൻ നമ്മുടെ ചില ദൈവദാസന്മാർ പല സ്ഥലങ്ങളിലേക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുമ്പോഴത്തേനും ഞാൻ പല സ്ഥലങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. അതിൽ ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ് പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം സാറ്, ഞങ്ങളുടെ തൊട്ട് അടുത്ത നാട്ടുകാരൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഗൾഫിൽ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ ഒരു 2 മാസം സഭാ ചാർജിന് ഇരിക്കാനായിട്ട് എനിക്ക് കൃപ ചെയ്തു. മറ്റ് എൻ്റെ സ്നേഹിതന്മാരായ ചില ദൈവദാസന്മാരും ഒക്കെ വിദേശ നാടുകളിൽ പോയ സമയത്ത് അവരുടെ സഭകളിലൊക്കെ ഇരുന്ന് സഭാ ശുശ്രൂഷകൾ ചെയ്യാനും കൃപ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങളുടെ തന്നെ ചർച്ചിൻ്റെ ഒരു പ്രവർത്തനം തൊട്ടടുത്ത ചുങ്കപ്പാറയ്ക്ക് അടുത്ത ഒരു പ്രവർത്തനമുണ്ടായിരുന്നു. അവിടെ ഒരു 10 മാസക്കാലത്തോളം അവിടെ ഒരു സഭയുടെ പ്രവർത്തനമായിരുന്നു. അതിനുശേഷം ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ഒരു നാഷണൽ മോർണിംഗ് പ്രയർ ക്ലബ്ബ് എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ദൈവദാസന്മാർ ചേർന്നുള്ള ഒരു പ്രഭാത പ്രാർത്ഥന ഉണ്ട്. അതിപ്പോൾ ഏകദേശം ഒരു 1600 ദിവസങ്ങളിലോളം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവരുമായിട്ടുള്ള ബന്ധത്തിൽ ഡൽഹിയുടെ പ്രദേശങ്ങളിലൊക്കെ പോകാനും ദൈവം സഹായിച്ചു. അപ്പോൾ അങ്ങനെ സഭാ ചാർജിൽ ഇരിക്കുമ്പോൾ കുറച്ച് നാളിരുന്നു. പക്ഷേ ചില അത്യാവശ്യ യാത്രകളും അതുപോലെ തന്നെ എൻ്റെ വിളി എന്ന് പറയുന്ന ഒരു സുവിശേഷകനായിട്ട് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം എനിക്ക് ജനങ്ങളോട് സുവിശേഷം പറയണം. ഏതൊക്കെ രീതിയിലാണ് പാസ്റ്റർ മറ്റുള്ളവരോട് സുവിശേഷം പങ്കുവയ്ക്കുന്നത്? സുവിശേഷം ഒന്ന് പരസ്യയോഗത്തിലൂടെ സുവിശേഷം പങ്കുവയ്ക്കുന്നുണ്ട്. പിന്നെ നേരിട്ട് ആളുകളെ നേരിട്ട് കണ്ട് ആളാം പ്രതിവേല പേഴ്സണൽ ഇവാഞ്ചലിസം എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമായിട്ട് ചെയ്യാൻ കർത്താവ് കൃപ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൗൺസിലിങ്ങിൻ്റെ കാര്യങ്ങൾ ചിലതൊക്കെ പഠിച്ചിട്ടുണ്ട്. പല കുടുംബങ്ങൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ദൈവം എന്നെ സഹായിച്ചുകൊണ്ട് ഈ സുവിശേഷ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ നിന്നുള്ള ഒരു പ്രതികരണം എന്താണ്? പ്രതികരണങ്ങൾ കൂടുതലും ആളുകൾ ആളുകളുടെയൊക്കെ അവസ്ഥ എന്താണ്? മദ്യത്തിനും മയക്കുമരുന്നും അതുപോലെ കുടുംബകലഹം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണല്ലോ പൊതുവെ പോകുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ പാസ്റ്ററൊക്കെ ഈ സുവിശേഷ പ്രവർത്തനമായിട്ട് ഓരോ ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുന്ന് ലഭിക്കുന്നതായിട്ടുള്ള ഒരു 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 ഫീഡ്ബാക്ക് എന്താണ്? തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലല്ല നമ്മുടെ സമൂഹം വളരെയധികം നശിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാ അർത്ഥത്തിലും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് മുൻകാലങ്ങളെക്കാൾ ഇന്നുള്ളത്.
കാരണം മദ്യവും മയക്കുമരുന്നും എല്ലാം സുലഭമായി ലഭിക്കുകയും അത് യാതൊരു മറയും കൂടാതെ ഉപയോഗിക്കാനുള്ള ഒരു ലൈസൻസ് നമ്മുടെ നാട്ടിൽ ഉള്ളത് കൊണ്ട് നല്ലൊരു ശതമാനം ജനങ്ങളും മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായി ജീവിതം അവരുടെ ഹോമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത ദുരന്ത കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എങ്കിലും ഞങ്ങൾ പലയിടങ്ങളിലും സുവിശേഷമൊക്കെ അറിയിക്കുന്ന സമയത്ത് മദ്യപാനികളായിട്ടുള്ള ആളുകൾ ഞങ്ങളെ സമീപിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പറയും. ചിലരാകട്ടെ പലപ്പോഴും പരിഹസിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എങ്കിലും അതൊന്നും വകവയ്ക്കാതെ അവരാ ഒരു പ്രത്യേക സാഹചര്യത്തിലായിപ്പോയി. അവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. എങ്കിലും കൂടുതലും സമൂഹത്തിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹം അധപ്പതിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഏറ്റവും ഒരു വളരെ ദയനീയമായ ഒരു കാഴ്ച. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു വചനം കൂടി ഈ സമയത്ത് എനിക്ക് ഓർപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം സുവിശേഷം നമ്മളെയാണ് ഫലമേൽപ്പിച്ചിരിക്കുന്നത്. കാരണം ഈ ജീവന്റെ സന്ദേശം നമ്മൾ അറിയിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അനേകർ നിത്യനാശത്തിലേക്ക് പോകുന്നു. അതിനൊരിക്കൽ കണക്ക് നമ്മൾ പറയേണ്ടി വരും എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ ഈ സമയത്ത് എൻ്റെ ശ്രോതാക്കളായ പ്രിയപ്പെട്ടവരോട് പറയാണ്. കാരണം ഒരു അടിമ പെൺകുട്ടിയുടെ ഒരൊറ്റ വാക്ക് നിമിത്തം ഒരു നയമാന് അവൻ്റെ കുഷ്ഠരോഗം മാറിക്കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ഈ കൃപയും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ സുവിശേഷം തീർച്ചയായിട്ടും നാം ഒതുക്കി വെക്കേണ്ടതല്ല. നമ്മുടെ ജീവകാലം തീരുന്നതിന് മുൻപ് അനേകരിലേക്ക് ഈ സ്നേഹ സന്ദേശം, ഈ ജീവന്റെ സന്ദേശം എത്തിക്കുവാൻ ദൈവം നമ്മളെ അതിന് മുൻകൂട്ടി തെരഞ്ഞെടുത്തു. അതുകൊണ്ട് നമ്മളത് മറച്ചു വയ്ക്കാതെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നാണ് ഒരു സുവിശേഷാത്മാവിൻ്റെ ദാഹമുള്ള ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോടും എനിക്ക് ഓർപ്പിക്കാനുള്ളത്. കാരണം അത്ര കണ്ട് നമ്മുടെ സമൂഹം എല്ലാ അർത്ഥത്തിലും നശിച്ചുകൊണ്ടിരിക്കുന്നു. നാശത്തിൻ്റെ വക്കീലാണ് നമ്മുടെ സമൂഹം മുഴുവൻ. അവരെ ഏതെങ്കിലും വിധത്തിൽ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അത് യേശുവിനെ കൊണ്ട് മാത്രമേ കഴിയൂ. അതുകൊണ്ട് ആ ദൗത്യം നമ്മുടെ മേലുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടി എൻ്റെ വാക്കുകൾ നിങ്ങളത് സ്വീകരിക്കണമേ എന്ന് കൂടി ഓർപ്പിക്കുകയാണ്. പാസ്റ്ററുടെ ഈ എത്രയും നാളത്തെ സുവിശേഷ പ്രവർത്തനം കൊണ്ട് ദൈവം എന്നെ അത്ഭുതകരമായി രക്ഷിച്ചു, അല്ലെങ്കിൽ വഴി നടത്തി, എൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചു എന്ന് പറയത്തക്ക രീതിയിലുള്ള ചില സന്ദർഭങ്ങളൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. അസാധ്യമെന്ന് തോന്നിയ കാര്യങ്ങളെ ദൈവം സാധ്യമാക്കി തന്ന കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? അത് തീർച്ചയായിട്ടും. ഞാൻ സുവിശേഷ വേലയിൽ വരുന്നതിന് മുൻപ് എനിക്കുണ്ടായ ചില അനുഭവങ്ങളിൽ നോക്കിയാൽ ഞാൻ 1-2 മരണകരമായ അവസ്ഥയിൽ കൂടി കടന്നുപോയ സമയത്തൊക്കെ ആ സമയങ്ങളിൽ ഞാൻ പലപ്പോഴും വിടുവിക്കപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. അത് ദൈവമായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല, അല്ലെങ്കിൽ കർത്താവിൻ്റെ കരുതലായിരുന്നു, ദൈവം എന്നെ മുൻകണ്ടിരുന്നത് കൊണ്ട് ദൈവം ഒരുക്കിയ സംരക്ഷണമായിരുന്നു എന്നും എനിക്ക് ആ സമയങ്ങളിൽ അറിയില്ലായിരുന്നു. ഒരു സമയം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം കിണറ്റിൽ പോയ സമയത്ത് ഞങ്ങളുടെ കിണറ്റിനകത്ത് മൊത്തം പാറയായിരുന്നു. പക്ഷേ അവിടെ തലയും കുത്തി വീണ ഞാൻ അവിടെ ചെന്നൊരു കസേരയിലിരിക്കുന്നതിന് തുല്യമായിട്ടായിരുന്നു എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് യാതൊരു പോറലും ഏറ്റില്ല, ഒന്നും സംഭവിച്ചില്ല. വളരെ അത്ഭുതകരമായി ഞാൻ ആ മരണകരമായ വീഴ്ചയിൽ ഞാൻ വിടുവിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പിന്നീട് പല സാഹചര്യങ്ങൾ വാഹനം ഓടിച്ചു പോകുന്ന അനേക സ്ഥലങ്ങളിൽ സുവിശേഷ വേലയ്ക്ക് പോകുന്ന സമയത്ത് എതിരെ വാഹനം വന്ന് പലപ്പോഴും വെട്ടിത്തിരിഞ്ഞു പോയ സമയങ്ങളിലൊക്കെ ജീവൻ ദൈവം കാത്തു സൂക്ഷിച്ചു. പലപ്പോഴും എതിരെ വരുന്ന വാഹനങ്ങളൊക്കെ നമ്മുടെ പ്രാണനെ എടുക്കത്തക്ക നിലകളിലാണ് വന്നിട്ടുള്ളത്. ആ സമയങ്ങളിലൊക്കെ ദൈവം പരിപാലിച്ചു എന്നുള്ളത് ഞാൻ നന്ദിയോടെ ഈ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ഓർക്കുകയാണ്. ധാരാളം അത്തരം സാഹചര്യങ്ങൾ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ ഉണ്ടായിത്തീർന്നിട്ടുണ്ട്. പാസ്റ്ററെ, ഈ സുവിശേഷ വേലയിൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികളൊക്കെ ആരൊക്കെയാണ്? എനിക്ക് ഏറ്റവും കൂടുതൽ അവസരം നൽകിയ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പാടാനുള്ള അവസരങ്ങൾ തന്ന ഒരു വ്യക്തി എന്ന് പാസ്റ്റർ രാജൻകുട്ടി അവരുകളാണ്. പിന്നെ രണ്ടാമത്തെ, എനിക്ക് എൻ്റെ വിശ്വാസ ജീവിതത്തിലേക്ക് എന്നെ നയിക്കുവാൻ, എന്നെ ഇത്ര ഒരു പ്രാപ്തിയിലേക്ക് എന്നെ കൊണ്ടുവരാൻ ഉപയോഗിച്ച ഒരു ദൈവമനുഷ്യൻ എന്ന് പറയുന്നത് പാസ്റ്റർ KM ജോസഫ് എന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യനാണ്. അതിനുശേഷമായിട്ട് ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന എൻ്റെ ചർച്ചിലെ പാസ്റ്റർ സിജു, അദ്ദേഹം എന്നേക്കാൾ പ്രായം കുറവാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ കൈത്താങ്ങൽ തന്നിട്ടുള്ള, വളരെയധികം പ്രചോദനം നൽകിയിട്ടുള്ള ഒരു ദൈവമനുഷ്യനാണ്. പിന്നെ ധാരാളം സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് ഇന്ന് ക്രൈസ്തവ ലോകത്ത് അറിയപ്പെടുന്ന പല അഭിഷിക്തന്മാരോടൊപ്പം എനിക്ക് വേദികൾ പങ്കിട്ടപ്പോൾ, പ്രത്യേകിച്ച് ജോബിറ്റി അലക്സ് പോലുള്ള ദൈവദാസന്മാരുടെ കൂടെ ആയിരുന്നു ഞാൻ. ഷിബു ഓദർ എന്ന് പറയുന്ന ദൈവദാസന്മാരുടെ ഒക്കെ കൂടെ ആയിരുന്നു. അവരുടെ നല്ല നല്ല വാക്കുകളും ഉപദേശങ്ങളും എന്നെ ഒരു ഇരുത്തം വന്ന ശുശ്രൂഷയിലേക്ക് കൊണ്ടുപോകുവാൻ അവരുടെയൊക്കെ ഉപദേശങ്ങൾ എനിക്ക് ഒത്തിരി ഉപകരിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടാൽ ആ നിമിഷം നമ്മോട് യാതൊരു മയവുമില്ലാതെ പ്രതികരിച്ച് സംസാരിക്കുമായിരുന്നു. അതുകൊണ്ട് അവരെ ഭയന്ന് അത്തരത്തിലുള്ള ചില ഉപദേശങ്ങളൊക്കെ കിട്ടിയത് കൊണ്ട്
എനിക്ക് കൂടുതൽ കരുത്തനാകാൻ പറ്റി. മാത്രമല്ല, ഞാൻ വചനം പഠിച്ചപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ദൈവജനം പഠിപ്പിക്കുന്ന കാര്യത്തിൽ പാസ്റ്റർ ബേബി ജേക്കബ് എന്ന് പറയുന്ന ഒരു സാറുണ്ടായി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ അധ്യാപകനെ ഭയമായിരുന്നു. പക്ഷെ ആ സാറിൻ്റെ ക്ലാസ്സുകളാണ് എന്നെ പോലുള്ള ഒരു ദൈവദാസനെ ശക്തനായ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രചോദനം നൽകി പുറത്തെടുത്തത് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. പിന്നെ ഈ 10-18 വർഷത്തിനിടയ്ക്ക് ഞാൻ ഒരുപാട് വേദികളിൽ, കൺവെൻഷൻ വേദികളിൽ പാടാനും ഒരുപാട് സ്ഥലങ്ങളിൽ സുവിശേഷ പ്രവർത്തനങ്ങൾക്കും പോയിട്ടുള്ളത് കൊണ്ട് ധാരാളം ദൈവദാസന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ എനിക്കുണ്ടായി. അങ്ങനെയൊക്കെ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളും ഒക്കെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്കുണ്ടായിരുന്നു. പാസ്റ്റർ, ഈ സുവിശേഷ പ്രവർത്തനത്തിലെ ഫീൽഡിലെ അനുഭവങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക, അപ്പോൾ ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു വിടുതലും കരുതലും കാണാനായിട്ട് സാധിച്ചിട്ടുള്ള സന്ദർഭങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ്, ഞാൻ ആദ്യം ഈ ദൈവവേലയ്ക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര സങ്കല്പങ്ങളായിരുന്നു. കാരണം എനിക്ക് മരിച്ചവരെ ജീവിപ്പിക്കണം, സാധാരണ ശുശ്രൂഷയൊന്നും എനിക്ക് വേണ്ട. പക്ഷേ എന്നോടൊപ്പം ദൈവജനം പഠിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവദാസൻ ഞങ്ങളുടെ തന്നെ സ്നേഹിതൻ്റെ വീട്ടിൽ വെച്ച് ഒരു ഉപവാസ പ്രാർത്ഥന നടുവിൽ അദ്ദേഹം പറഞ്ഞു, നിനക്ക് രോഗശാന്തി വരെ നൽകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉള്ളുകൊണ്ട് അതിനെ നിരസിച്ചു. ഞാനതിനെ എനിക്കിഷ്ടമില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മനസ്സിൽ ഇതൊന്നും അല്ലായിരുന്നു. എനിക്ക് മരിച്ചവരെ, കാരണം വേദപുസ്തകം വായിച്ചപ്പോൾ കർത്താവ് ഇങ്ങനെ ചെയ്യുന്നു. അതുകൊണ്ട് ആ ചില വർഷങ്ങൾക്ക് പുറകിൽ എൻ്റെ ഉള്ളിലുണ്ടായ ഒരു ശൈശവത്വത്തിൻ്റെ ചിന്തയാകാം. ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്കിതൊന്നും വേണ്ട, എനിക്ക് മരിച്ചവരെ ജീവിപ്പിക്കണം, എനിക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷേ എൻ്റെ കർത്താവ് എന്നെ കൊണ്ട് പലപ്പോഴും ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത് രോഗശാന്തി ശുശ്രൂഷയായിരുന്നു. അതിനുശേഷമായിട്ട് ദൈവം പല ഭൂതങ്ങളുടെ മേലും അധികാരം നൽകി, പല ഭൂതങ്ങളെ പുറത്താക്കാനൊക്കെയുള്ള അധികാരങ്ങൾ ദൈവം എനിക്ക് നൽകിക്കൊണ്ടിരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒറ്റ കാര്യമാണ്, ദൈവമേ, എനിക്ക് അങ്ങയുടെ വചനത്തിൻ്റെ ശുശ്രൂഷകനാകണം. അങ്ങനെ വചനം ധാരാളം പഠിക്കാൻ ദൈവം എനിക്കൊരു അവസരം നൽകി. അങ്ങനെ ധാരാളം വചനം പഠിക്കാൻ 2-3 ബൈബിൾ കോളേജിൽ പോയി പഠിക്കാനും മറ്റുള്ളവരെ ദൈവജനം പഠിപ്പിക്കാനും ഒക്കെ ഒരു സാവകാശം ദൈവം എനിക്ക് നൽകി. ഞാൻ ചില വർഷങ്ങളായിട്ട് ഒരു ഓൺലൈൻ മീഡിയയിൽ നസ്രയത്ത് ബൈബിൾ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമത്തിലൂടെ ദൈവജനം പഠിപ്പിക്കുന്നുണ്ട്. ധാരാളം പ്രിയപ്പെട്ടവർ അതിൽ ദൈവജനം കേൾക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ ഒരു കൃപയും കൂടി ദൈവം എനിക്ക് നൽകി. മാത്രമേ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ പാസ്റ്ററുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പൊതുജനം അറിയണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. ഞാനിപ്പോൾ എറണാകുളത്തുള്ള പാസ്റ്റർ ഷാജി സെബാസ്റ്റ്യനോടൊപ്പം കേരളത്തിലെ പല ജയിലുകൾ സന്ദർശിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, അവർ കുറ്റം ചെയ്തു, നിയമത്തിൻ്റെ മുൻപിൽ വന്നവർ തടവുകാരാക്കപ്പെട്ട ഒരു സെല്ലുകളിൽ കഴിയുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അല്ലാതെ പുറത്ത് ജീവിക്കുന്നവരും പാപത്തിൻ്റെ കുറ്റം നിറഞ്ഞവരാണ്. അവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സമഗ്രമായ സുവിശേഷീകരണ പ്രവർത്തനങ്ങൾ നല്ലൊരു ശതമാനം നമ്മുടെ സഭകളും ദൈവദാസന്മാരും ഒക്കെ നടത്തിയിരുന്നെങ്കിൽ കുറേ പേരെങ്കിലും നമ്മുടെ ജീവകാലത്ത് അവരെ രക്ഷയുടെ തീരത്തേക്ക് കൊണ്ടുവരാമായിരുന്നു. അത് എന്നും ഒരു വേദന തന്നെയാണ്. ഈ ജയിലുകളിലൊക്കെ ഉള്ള സുവിശേഷ പ്രവർത്തനം ചെയ്യുമ്പോൾ അവിടെയുള്ള ഈ ജയിലിൽ താമസിക്കുന്ന ആളുകളുടെ, അതായത് കുറ്റം ചെയ്തിട്ട് ജയിലിൽ പോയ ആളുകളുടെയൊക്കെ ഒരു മനോഭാവവും അവരുടെ ഒരു പ്രതികരണവും ഒക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും. ഞാൻ ഇന്നലെ കൂടി കേരളത്തിലെ ഒരു ജയിലിൽ പോയിട്ട് വന്നയാളാണ്. പക്ഷെ ഇന്നലെ അവിടെ പാസ്റ്റർ ഷാജി സെബാസ്റ്റ്യൻ പറഞ്ഞ ഒരു മെസ്സേജ്, അദ്ദേഹം പറഞ്ഞ ആളുകൾക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മെസ്സേജിൻ്റെ അവസാന സമയം ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സമയമാണ്. ഇത് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന നല്ലൊരു ശതമാനം സഹോദരന്മാരുടെ, ചെറുപ്പക്കാരായ പിതാക്കന്മാരുടെ ഒക്കെ കണ്ണ് നിറഞ്ഞ് ചുവക്കുന്നത് ഞാൻ കണ്ടു. അത് എനിക്ക് വളരെ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം അവർക്കൊക്കെ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അവരിൽ ഉള്ള പാപത്തിൻ്റെ കുറ്റവാസന അവരെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നു. എന്നാൽ അവർ നമ്മുടെ നിയമത്തിന് മുൻപിൽ അവരകപ്പെട്ട് തടവറകളിലാകുന്നു. പക്ഷെ ഇതുപോലെയുള്ള ചില വചനങ്ങൾ കേൾക്കുമ്പോൾ, ഗാനങ്ങൾ കേൾക്കുമ്പോൾ അവരുടെയൊക്കെ ഹൃദയം പൊടിഞ്ഞ് അവരുടെ കണ്ണുനീര് വരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്നലെ കൂടി അത് കണ്ടിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം ഇങ്ങനെ പല പാപപ്രവർത്തനങ്ങളിൽ അകപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വലിയൊരു ദൗത്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ള വലിയൊരു ആഹ്വാനം. ഓക്കെ, ഇനി പൊതുവെ സുവിശേഷകരൊക്കെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? പാസ്റ്ററുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ പുതിയ തലമുറയിലെ സുവിശേഷകരൊക്കെ സുവിശേഷ വേല ചെയ്യുന്നു. ഒരു സുവിശേഷകൻ, നല്ലൊരു സുവിശേഷകനായിരിക്കാൻ ഏത് രീതിയിലായിരിക്കണം എന്നാണ് പാസ്റ്ററുടെ ജീവിതാനുഭവവുമായി ബന്ധപ്പെട്ട് പാസ്റ്റർക്ക് പറയാനായിട്ടുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞ ഒരു വാക്ക്, പാസ്റ്റർ ബിനു 504 മുണ്ടക്കയം ഭാഗത്ത് 504 ഒരു ബിനു പാസ്റ്ററുണ്ട്.
അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരു ആത്മാർത്ഥ സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഏത് സമയത്തും പാസ്റ്റർ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞു. കാരണം ഏത് സമയത്തും എന്നെ വിളിച്ചാൽ ഒരു സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഏത് സമയത്തും ഞാൻ ഇടപെടുകയും അവിടെ ഓടിയെത്തുകയും ചെയ്യാനുള്ള എനിക്കൊരു മനസ്സുണ്ട്. കാരണം ഒരാൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും പോകാനും അവരെ വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെയാണ് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. അതിനുണ്ടാകുന്ന ഒരുപക്ഷെ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ നമ്മൾ അനുഭവിക്കുന്ന മാനസിക ദുരിതങ്ങളോ ശാരീരികമായ പ്രയാസങ്ങളോ ഒക്കെ കണ്ടേക്കാം. പക്ഷെ ഒരാൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും അവിടെ എത്തുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വഭാവം. അതുകൊണ്ട് ആര് വിളിച്ചാലും സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാനുള്ള ഒരു മനസ്സ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ സഹപ്രവർത്തകരായ ശ്രോതാക്കളോടും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ഏത് സമയത്തും കർത്താവിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായി നമ്മൾ മാറിയാൽ നമ്മുടെ ദൈവത്തിന് ധാരാളം ആത്മാക്കളെ ദൈവസ്ഥാനത്തിലേക്ക് ചേർത്ത് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ള ഒരു ആഹ്വാനം എന്ന് പറയുന്നത്. ഇനി എന്താണ് പാസ്റ്ററുടെ ഭാവി പദ്ധതികളൊക്കെ എന്താണ്? ഭാവി പദ്ധതികൾ എന്ന് പറയുമ്പോൾ കർത്താവ് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, കർത്താവ് തരുന്ന ആയുസ്സിനോളം വരെ എൻ്റെ കർത്താവിന് വേണ്ടി, എനിക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച എൻ്റെ കർത്താവിന് വേണ്ടി എനിക്ക് സമാധാനവും ആത്മരക്ഷയും നിത്യജീവനും നൽകിയ എൻ്റെ കർത്താവിന് വേണ്ടി അന്ത്യത്തോളം വേല ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എൻ്റെ ജീവിത സാഹചര്യങ്ങളും ഭവനാന്തരീക്ഷമൊക്കെ പരിമിതമാണെങ്കിലും എൻ്റെ മനസ്സ് പരിമിതമല്ല. കാരണം എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ഓടി നടന്ന് വേല ചെയ്യണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. ഓക്കെ, പാസ്റ്ററുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് മക്കളുടെയും ഭാര്യയുടെയൊക്കെ സപ്പോർട്ട് എങ്ങനെയാണ് സുവിശേഷ പ്രവർത്തനങ്ങളിൽ? എനിക്ക് അത് പറയുമ്പോൾ എനിക്ക് അകത്ത് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതുകൂടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം സുവിശേഷ സംബന്ധമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചർച്ചിലെ പാസ്റ്ററും ഞങ്ങളൊരു ടീം വർക്ക് ഉണ്ടായിരുന്നു. 10-15 പേരടങ്ങുന്ന ഒരു ടീം വർക്ക് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോലും ദൈവവേലയ്ക്ക് വേണ്ടി പല സമയത്തും വീട് വിട്ടു പോകും. അങ്ങനെ വീട്ടിൽ വരാതെ സുവിശേഷ വേലയ്ക്ക് നിന്ന ഒരു സമയമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ 7 ദിവസവും ഞങ്ങൾ സുവിശേഷ വേല തന്നെയായിരുന്നു. ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങൾക്കൊരു ജീപ്പ് ഉണ്ടായിരുന്നു. അതുമായിട്ട് പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സുവിശേഷീകരണത്തിന് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതിനു മുൻപ് ഒരു സംഭവം ഉണ്ടായി. ഞാൻ വിശ്വാസത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് ഞങ്ങളെയൊക്കെ വിശ്വാസത്തിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു കർത്താവിൻ്റെ ദാസനുണ്ട്. ആ ദൈവദാസന് ഒരു ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ വെച്ച് വർഷങ്ങൾക്ക് മുൻപ് എന്നോട് പറഞ്ഞു, നിന്റെ മക്കളുടെ വിദ്യാഭ്യാസം ശത്രു മുടക്കും, പിശാച് മുടക്കിക്കളയും, അവർ മുരടിച്ച സ്വഭാവത്തിലേക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ അവർ മുരടിച്ചു പോകും. അതുകൊണ്ട് നീ നിന്റെ മക്കൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കണം എന്നോട് ആലോചന പറഞ്ഞു. പക്ഷേ പ്രിയപ്പെട്ടവരെ, എനിക്ക് സുവിശേഷത്തിൻ്റെ ഭ്രാന്ത് കയറിയിട്ട് ഞാനിതൊന്നും ശ്രദ്ധിച്ചില്ല. വീട് വിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. അവസാനം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് ഉപവസിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു പോരായ്മയായി. അങ്ങനെ എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ എനിക്ക് വേണ്ട പോലെ ശ്രദ്ധിക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് അവരെ ഒരു നല്ല വിദ്യാഭ്യാസത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞില്ല. അവരിപ്പോൾ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുകയാണ്. മൂത്ത മോന് 29 വയസ്സും ഇളയാൾക്ക് 27 വയസ്സുമുണ്ട്. ജോബറ്റെന്നും ജോയലെന്നുമാണ് അവരുടെ പേരുകൾ. പക്ഷേ ഇവരൊരിക്കലും എൻ്റെ സുവിശേഷ പ്രവർത്തനത്തിന് എതിരല്ല. ഞാൻ എവിടെ പോയാലും അവർ എൻ്റെ, പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ടവൾ ഒരു ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് SNDP വിഭാഗത്തിൽ നിന്ന് വന്നയാളാണ്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞില്ല, ഒരു ലവ് മാരേജ് ആയിരുന്നു ഞങ്ങളുടേത്. അങ്ങനെ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസി എൻ്റെ ജീവിതത്തിൽ കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എൻ്റെ സുവിശേഷ വേലയ്ക്ക് താങ്ങും തണലും കരുത്തുമാണ് എൻ്റെ പ്രിയപ്പെട്ടവൾ. ഞാൻ എവിടെ പോയാലും എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രിയപ്പെട്ടവളെയാണ് എൻ്റെ കർത്താവ് എനിക്ക് തന്നത്. അതിലെനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ സുവിശേഷ വേലയ്ക്ക് അവരെന്നും സപ്പോർട്ടാണ്. ഇതുവരെയും യാതൊരു തടസ്സങ്ങളും സൃഷ്ടിച്ചിട്ടില്ല. ഞാൻ വീട് വിട്ട് പലപ്പോഴും പോയാൽ പോലും അവർക്ക് അതിലൊന്നും ഒരു പ്രശ്നമില്ല. കാരണം അവർക്കറിയാം ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോയിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച്. പാസ്റ്റർ ഈ ആംഗ്ലിക്കൻ ചർച്ച് വിട്ട് സുവിശേഷ വേല ആരംഭിച്ചപ്പോൾ പാസ്റ്ററുടെ ഭവനത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ബന്ധുമിത്രാദികളിൽ നിന്നൊക്കെ വലിയൊരു പ്രതിസന്ധി നേരിട്ടില്ലേ? ഇല്ല, അങ്ങനെ ഒരു പ്രതിസന്ധി നേരിട്ടില്ല. പക്ഷേ ഞാൻ ആംഗ്ലിക്കൻ ചർച്ചിൽ നിൽക്കുമ്പോൾ തന്നെ അവിടുത്തെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ തന്നെ പ്രസംഗിക്കുകയും എനിക്ക് പ്രസംഗിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചു. അവിടെ സൺഡേ സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുന്നു. അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് ഞാൻ ബൈബിൾ കോളേജിൽ പോകുന്നതും സ്നാനപ്പെടുന്നതും. ആ സ്നാനപ്പെട്ടതിൻ്റെ പിറ്റേ ആഴ്ച തന്നെ ഞാൻ പെന്തക്കോസ്ത് ചർച്ചിൽ പോയി. അതിനോടുകൂടി സ്വാഭാവികമായിട്ടും അവർക്കെല്ലാവർക്കും ഒരു എതിർപ്പുണ്ടാകുകയും ഇന്നും പലരും ആ ഒരു
വിരോധ മനോഭാവത്തോടെയാണ് എന്നെ കാണുന്നത്. പക്ഷെ അവരാരും എന്നെ എതിർക്കുകയോ ദുഷിക്കുകയോ വഴിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ഞാനെടുത്ത ആ ഒരു ആക്ഷൻ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു ദുഃഖമാണ്. അത് സ്വാഭാവികമായിട്ട് ഏതൊരാൾക്കും ഉണ്ടാകും എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ സുവിശേഷി പ്രവർത്തനങ്ങളിൽ, പെന്തക്കോസ്ത് സമൂഹങ്ങളുടെ ഇടയിലുള്ള സുവിശേഷി പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉള്ളതായിട്ട് പാസ്റ്റർക്ക് തോന്നിയിട്ടുണ്ടോ? ഇന്നിന്ന കാര്യങ്ങളൂടെ ചെയ്താൽ കുറച്ചുകൂടെ മെച്ചമായ രീതിയിൽ സുവിശേഷ പ്രവർത്തനം ചെയ്യാൻ പറ്റും എന്നുള്ള എന്തെങ്കിലും ധാരണകളോ അഭിപ്രായങ്ങളോ പാസ്റ്റർക്കുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ സുവിശേഷീകരണ പ്രവർത്തനം ധാരാളം ആളുകൾ സുവിശേഷം അറിയിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യാവസ്ഥയാണ്. എന്നാൽ എത്ര എന്നെ അലട്ടുന്ന ഒരു വിഷയമാണ്. ഞാനൊരു ദൈവാസനമായിട്ട് പങ്കുവെച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മളോട് സുവിശേഷം അറിയിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അത് ഭംഗിയോടുകൂടെ ചെയ്യുക. പക്ഷെ എനിക്ക് അപ്പോഴും എൻ്റെ ഉള്ളിലെ എനിക്കൊരു ഭാരമെന്ന് പറയുന്നത്, ദൈവമേ, നമ്മൾ ഈ സുവിശേഷം പറഞ്ഞിട്ട് ഒരാളെ ഒന്ന് രക്ഷിക്കപ്പെടുത്തി കൊണ്ടുവരാൻ കാണാൻ പറ്റുന്നില്ലല്ലോ, അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കാൻ പറ്റുന്നില്ലോ എന്നൊരു പരിഭവം എനിക്കുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളും സഹോദരങ്ങളൊക്കെ ധാരാളം പേർ, പ്രത്യേകിച്ച് എനിക്ക് വളരെ ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ് തൃശ്ശൂരുള്ള പാസ്റ്റർ AK പൗലോസ് പാസ്റ്റർ. അവരൊക്കെ നിരന്തരമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാണ്. അവരോടൊക്കെ ഒത്തൊരുമിച്ചുള്ള സുവിശേഷം പങ്കിടാനായിട്ടുള്ള അവസരങ്ങളൊക്കെ എനിക്കുണ്ടായതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ആ പ്രവർത്തനങ്ങളുടെ എല്ലാം അനേക ഇടങ്ങളിൽ സുവിശേഷം അറിയിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തന്നെ എൻ്റെ സുവിശേഷ രംഗത്തുള്ളവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നേരിട്ട് ആളുകളോട് സംസാരിക്കുന്നത് ഏറെ അനുഗ്രഹമായിട്ടാണ് ഞാൻ അതായത് പേഴ്സണൽ ഇവാഞ്ചലിസം എന്ന് പറയുന്നത് ഏറ്റവും ഫലകരമായിട്ടുള്ള സുവിശേഷ പ്രവർത്തനമാണ്. നേരിട്ട് അവരുടെ വിഷമങ്ങളെ മനസ്സിലാക്കാനും അവർ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു കൊടുക്കാനും അവരെ രക്ഷയിലേക്ക് നയിക്കാനും കഴിയുന്ന ഒരവസ്ഥ ആളാംപ്രതി വേലയ്ക്കുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ കുറച്ചുകൂടി ആളാംപ്രതി വേലയിൽ സജീവമാകുകയാണെങ്കിൽ, ഇന്നിപ്പോൾ എല്ലാവർക്കും മൈക്ക് സെറ്റുകൾ കിട്ടും, ടീം പ്രവർത്തനങ്ങൾ കിട്ടും, അങ്ങനെ ഒരു രീതിയിൽ നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ അങ്ങനെ ആയി പോകുന്നുണ്ട്. അതൊരിക്കലും തെറ്റാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അതും ദൈവനാമം തന്നെയാണ് വിളിച്ചു പറയും. എന്നാൽ കുറച്ചുകൂടി ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ വിഷമങ്ങൾ എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന നിലയിൽ കുറച്ചുകൂടി ജനങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ ആളുകൾ മാറി ചിന്തിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ സുവിശേഷ വേല അത് ഫലം കാണുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും പൊതുവെ പാസ്റ്റർക്ക് പറയാനായിട്ടുള്ള കാരണങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? സുവിശേഷ വേലയെ സംബന്ധിച്ച് നല്ല രീതിയിൽ സുവിശേഷ വേല ചെയ്താൽ ധാരാളം ആത്മാക്കൾ നരകത്തിൽ പോകാതെ നമുക്ക് രക്ഷയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ധാരാളം പ്രവർത്തനങ്ങൾ അതിനുവേണ്ടി നടക്കുന്നുണ്ട്. സഹോദരങ്ങൾ ഒരുമിക്കുന്നുണ്ട്, സഹോദരിമാരൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ ഒരു നന്മയായിട്ട് കാണുകയാണ്. എന്നാൽ ഇനിയും കൂടുതൽ കർത്താവിന് വേണ്ടി വേല ചെയ്യാനുള്ള അവസരങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഈ പ്രാർത്ഥന. ഓക്കെ പാസ്റ്റർ, എന്തായാലും ഇത്ര സമയം പാസ്റ്ററോട് സംസാരിക്കാൻ കഴിഞ്ഞ ഒരു വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. പാസ്റ്റർ, ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഗോസ്പൽ TV-യിലെ കർത്താവിന്റെ ദാസൻ സാജു പാസ്റ്റർ ഒരുക്കിയതിൽ പ്രത്യേകമായിട്ട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ ചാനലിൻ്റെയും അതോടൊപ്പം തന്നെ ഇത് കാണുന്ന പ്രേക്ഷകർക്കും ധാരാളം ആളുകളിലേക്കും ഈ പ്രവർത്തനങ്ങൾ എത്തുവാനും അതിലൂടെ ദൈവത്തിൻ്റെ നാമം ഈ ഗോസ്പൽ TV ചാനലിലൂടെ ഉണ്ടാകട്ടെ എന്നുള്ള ഒരു ആശംസയും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.